Welcome back to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last classes we discussed what are the different methods of piecemeal distribution. Today we are going to discuss a problem relating to first method, capital proportion method. Today's question is this. The following is the balance sheet of X, Y and Z who share profit and losses in the ratio 2:2:1. Balance sheet, liability side, creditors 15,000, Y's loan 10,000, then capital balance X 16,000, Y 12,000, Z 5,000. Then asset side, cash balance 7,000, current assets 33,000, fixed asset 18,000. Balance sheet total 58,000. Balance sheet total 58,000. Then the firm was dissolved and the assets were realized gradually and distributed the cash in installments. Rupees 15,000 was received once. Then rupees 9,000 was received another time and rupees 12,000 received third time. And the balance asset realized rupees 11,000 finally, from which rupees 1,000 paid for expenses. Show distribution of cash under proportionate capital method. Okay, let us start today's problem. First, we prepare a working note. Okay, working note for this problem. Okay. The X, Y and Z are partners in this question. X, Y and Z are the partners. Okay. Their ratio is 2:1. Their proportion is 2:2:1. Their profit sharing ratio is 2:2:1. Okay. Then the least capital of their capital balance is X 16,000, Y 12,000 and Z 5,000. So the least capital is 5,000. So the least capital of 5,000, that is Z's capital is the least capital. Okay. Above least capital 5,000. That means Z's capital for 1/5 share. Z's capital for 1/5 share. The capital balance is 5,000. Okay. That means ഈ മൂന്ന് capital balance നമ്മുടെ question balance sheetൽ തന്നിരിക്കുന്ന capital ആണ്. X'ന്റേത് എത്രയാണ് 16,000, Y'യുടേത് 12,000, then Z'യുടെ 5,000. അതിന്റെ ലീസ്റ്റ് ക്യാപിറ്റൽ എടുക്കുക. ആ ലീസ്റ്റ് ക്യാപിറ്റലിന്റെ ബേസിലാണ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലീസ്റ്റ് ക്യാപിറ്റലിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റീ അറേഞ്ച് ദ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. Rearrange the capital balance of X and Y on the basis of least capital, that is Z's capital. Z capitalന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, Yയുടെ Xന്റെ Yയുടെ ക്യാപിറ്റൽ റീഅറേഞ്ച് ചെയ്യാം. അതായത് 5,000 ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഫോർ 1/5 ഷെയർ ആണ്. ഫോർ 1/5 ഷെയറിനാണ് Zന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്, 5,000. അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, Xന്റെയും Yയുടെയും ക്യാപിറ്റൽ റീഅറേഞ്ച് ചെയ്യേണ്ടത്. അപ്പം 5,000 ഫോർ 1 ഷെയർ, 5,000 ഫോർ 1/5 ഷെയർ ആണ്. അതിന്റെ 1/5ന്റെ 1 ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1/5 ഷെയർ ആണ് 5,000 എങ്കിൽ 2/5 എത്ര, ക്ലിയർ ആവുന്നുണ്ടോ? 5,000 ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് ഫോർ 1/5 ഷെയർ ആണെങ്കിൽ ഇനി 2/5 ഷെയറിന് എത്ര എന്നുള്ളതാണ് നമ്മുടെ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. 5,000 × 2 10,000 ആണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ വൈസ് ക്യാപിറ്റലും അതുപോലെ തന്നെയാണ്. 5,000 ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1/5 ഷെയറിനാണെങ്കിൽ ഇൻറ്റു 2/5 ഷെയറിന് എത്ര, 1/5 ഷെയർ 2/5 ഷെയർ. ആ രണ്ടിന്റെ 5 നമ്മളൊന്ന് അവോയ്ഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പം 5,000 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2, അത് എന്ത് കിട്ടും, 10,000. ദാറ്റ് മീൻസ് 2:2:1 ആണ്. അപ്പൊ അവരുടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ എന്തായിട്ട് മാറും, 10,000:10,000 ഇസഡിന്റെ ക്യാപിറ്റൽ എത്രയാണ്, 5,000. അപ്പൊ എന്തിന് പ്രൊപ്പോർഷൻ ആയത്, നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ പ്രൊപ്പോർഷൻ ആയി 2:2:1, 10,000:10,000:5,000 ആയി മാറി. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ വർക്കിംഗ് നോട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ ഓക്കെ, നമ്മുടെ പ്രോബ്ലം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡിൽ പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്.
ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ പേര് സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ്. ഓക്കെ, ഏത് മെത്തേഡ് ആണെന്നുള്ളത് കാണിച്ചിരിക്കുന്നു, പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, നമ്മുടെ ഇവിടെ പറഞ്ഞത് ഒരു ഐറ്റം കോളം, ദാറ്റ് ഈസ് ദ പർട്ടിക്കുലർ കോളം, എത്ര ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഉണ്ടോ അത്രയും കോളം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റിയും ഒരു ഇന്റേണൽ ലയബിലിറ്റിയും ആണുള്ളത്. ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റിയും ഒരു ഇന്റേണൽ ലയബിലിറ്റിയും ആണുള്ളത്. ഔട്ട്സൈഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സും, ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സും ഇന്റേണൽ ലയബിലിറ്റി എന്ന് പറയുന്ന വൈസ് ലോണും. ഇത് രണ്ട് മാത്രമേ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് എമൗണ്ട് കോളമേ ഉള്ളൂ. ഇനി എക്സ്റ്റേണൽ ലയബിലിറ്റി തന്നെ ഒന്ന് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അഡീഷണൽ കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ അപ്പം എക്സ്റ്റേണൽ ലയബിലിറ്റിയും ഇന്റേണൽ ലയബിലിറ്റിയും കഴിഞ്ഞാൽ ദെൻ ക്യാപിറ്റൽ ബാലൻസ് ആണ്. എക്സ് വൈ ഇസഡിന്റെ ക്യാപിറ്റൽ ബാലൻസ് ആണ്. എക്സ് വൈ ഇസഡ്. ഓക്കെ, അവരുടെ മൂന്ന് പേരുടെയും ക്യാപിറ്റൽ ബാലൻസ് ആണ്. ഓക്കെ, നോക്കെ എമൗണ്ട് ഡ്യൂ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് ആണ്. ദാറ്റ് മീൻസ് ദീസ് ഫിഗേഴ്സ് ആർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സെയിം ഫിഗേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് 15,000 എമൗണ്ട് ആണ് പേ ചെയ്യാനായിട്ടുള്ളത്. വൈസ് ലോൺ 10,000 ആണ്. ക്യാപിറ്റൽ ബാലൻസ് എക്സിന് 16,000 rupees, വൈ 12,000 rupees and ഇസഡ് 5,000 rupees. ദാറ്റ് മീൻസ് ദ എമൗണ്ട് ഡ്യൂ. ഇത്രയും എമൗണ്ടുകളാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ദെൻ ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കൈവശമുള്ള ക്യാഷ്, ദാറ്റ് മീൻസ് ക്യാഷ് ബാലൻസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് 7,000 rupees ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്, നമ്മുടെ ഏതോ ഒരു അസറ്റ് റിയലൈസ് ചെയ്താലും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഗിവൺ ടു റിയലൈസേഷൻ എക്സ്പെൻസസ്. ആദ്യം റിയലൈസേഷൻ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം പേ ചെയ്തിരിക്കുക. അത് കഴിഞ്ഞാൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് പേ ചെയ്യണം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആണ്. എക്സ്റ്റേണൽ ലയബിലിറ്റീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇന്റേണൽ ലയബിലിറ്റി പേ ചെയ്യുക. ദാറ്റ് മീൻസ് പാർട്ട്നേഴ്സിന്റെ ലോൺ മറ്റും ഉണ്ടെങ്കിൽ അത് പേ ചെയ്യുക. പിന്നെ ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ, അതായത് ദാറ്റ് മീൻസ് പാർട്ട്നേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ പ്രൊസീജിയർ, അതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടുന്നത്, പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, പ്രയോറിറ്റി ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് ആണ്. ഫസ്റ്റ് വൺ ഗിവൺ ടു റിയലൈസേഷൻ എക്സ്പെൻസസ്, ദെൻ ഗിവൺ ടു preferential creditors, then third one external liabilities, then fourth one internal liabilities like partners loan, that last one എന്താണ് partners capital. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കുന്നു, ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ 7,000 rupees ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ കൊടുക്കുന്നില്ല. 15,000 rupees ആണ് എന്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശമുള്ള ക്യാഷ് ബാലൻസ് 7,000 rupees എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, ഈ ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ദെൻ ബാലൻസ് ഡ്യൂ എന്ന് പറയുമ്പോൾ 15,000 മൈനസ് 7,000 ഇനി ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യേണ്ടതായിട്ടുള്ള എമൗണ്ട്, ദാറ്റ് മീൻസ് ബാലൻസ് എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് 8,000 ആണ്. വൈക്ക് നമ്മൾ ഒന്നും തന്നെ കൊടുത്തില്ല, അതുകൊണ്ട് വൈക്ക് 10,000 rupees ഇനി കൊടുക്കാനുണ്ട്. എക്സിന്റെ ക്യാപിറ്റൽ 16,000, വൈ 12,000 ആൻഡ് ഇസഡ് 5,000. ഓക്കെ, അപ്പം കയ്യിലിരുന്ന് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ യൂസ് ചെയ്തു. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് അസറ്റ് റിയലൈസ് ചെയ്തു. ഫസ്റ്റ് അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 15,000 ആണ്. ഫസ്റ്റ് അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് എത്രയാണ്, 15,000 ആണ്. ആ 15,000 rupees എങ്ങനെ പേ ചെയ്തേ നോക്കാം. ഫസ്റ്റ് നമ്മൾ 8,000 rupees ആർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്. അപ്പം 8,000 നമ്മൾ ഫുള്ളും അവരുടെ ലയബിലിറ്റി ഫുള്ളും തീർത്തു. ഓക്കെ, പേ ചെയ്തു. അപ്പം ഇനി എന്തില്ല, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനായിട്ട് എമൗണ്ട് ഇല്ല. ബാലൻസ് 7,000 rupees, അതായത് 15,000 rupees ആണ്. അതിൽ 8,000 നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു, ക്രെഡിറ്റേഴ്സ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ദെൻ ബാലൻസ് 7,000 പെയ്ഡ് ടു എന്താണ്, വൈ ആണ്, വൈസ് ലോണിനാണ്. വൈയുടെ ലോൺ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 7,000 rupees നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. പിന്നെ ഇങ്ങോട്ടൊന്നും കൊടുക്കാൻ നമ്മുടെ കൈവശം ഇനി കയ്യിൽ ക്യാഷ് ഇല്ല. ദെൻ അടുത്ത നെക്സ്റ്റ് ബാലൻസ് ഡ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇനി കൊടുക്കാനില്ല. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഇനി അതില്ല. ദെൻ വൈസ് ലോണില് 10,000 ഉണ്ടായിരുന്നു, 7,000 കൊടുത്തോളൂ. ഇനി എത്ര കൊടുക്കാനുണ്ട്, 3,000 rupees ആർക്ക് കൊടുക്കാനുണ്ട്, വൈക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ബാലൻസ് എത്രയൊക്കെയാണ്, 16,000, 12,000 ആൻഡ് 5,000. ഓക്കെ, അപ്പൊ ബാലൻസ് ഡ്യൂ എന്ന് പറയുന്നത് 3,000, 16,000, 12,000 ആൻഡ് 5,000. ദെൻ സെക്കൻഡ് റിയലൈസേഷൻ എമൗണ്ട് rupees 9,000 ആണ്. സെക്കൻഡ് അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 9,000 rupees ആണ്. ആ 9,000 rupeesനെ നമ്മൾ എത്ര രൂപയാണ് ഇനി നമ്മുടെ ഇന്റേണൽ ലയബിലിറ്റി കൊടുക്കാനുള്ളത്, 3,000. അപ്പൊ 9,000 rupeesൽ നിന്ന് 3,000 കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് 6,000 അവിടെ മാറ്റി വയ്ക്കുക. കാരണം
ഇനിയാണ് നമ്മുടെ വർക്കിംഗ് നോട്ടിൽ നമ്മൾ ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചില്ലേ, അതായത് ലീസ്റ്റ് ക്യാപിറ്റലിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു, അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് നമ്മൾ എന്ത് കൺവേർട്ട് ചെയ്തു, ലീസ്റ്റ് ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനിൽ മറ്റുള്ള എക്സിന്റെ വൈയുടെ ക്യാപിറ്റൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 10,000 ഈസ് ടു 10,000 ഈസ് ടു 5,000 എന്ന് പറയുന്നൊരു പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അത് ഇനിയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 9,000 റുപ്പീസ് ആണ് ഇവിടെ കിട്ടിയത്. 9,000 റുപ്പീസിൽ നിന്ന് നമ്മുടെ വൈഡ് ലോൺ പേ ചെയ്യാനായിട്ട് 3,000 പേ ചെയ്തു. ഇനി എന്തില്ല, വൈസ് ലോൺ ഇല്ല, ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി എക്സ്റ്റേണൽ ലയബിലിറ്റി ഇല്ല, ഇന്റേണൽ ലയബിലിറ്റി ഇല്ല. ഇനി എന്ത് മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ ബാലൻസേ ഉള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ബാലൻസ് ചെയ്യാനായിട്ട് ബാലൻസ് 6,000 റുപ്പീസ് എവിടെ ഉണ്ട്, നമ്മുടെ കൈവശമുണ്ട്. ബാലൻസ് 6,000 റുപ്പീസ് നമ്മുടെ കൈവശം ഇരിപ്പുണ്ട്. ഇനി നോക്കിയേ, ഈ ക്യാപിറ്റൽ ബാലൻസ് നോക്കിയേ, ആദ്യം ഇതിന്റെ തൊട്ടടുത്തുള്ള ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനൊക്കെ 12,000ന്റെ ബേസിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പൊ എത്ര, ഇത് 16,000 12,000 ആണ്. ഇതിനെ രണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ 4,000 റുപ്പീസ് എക്സൈസ് എവിടെ ഉണ്ട്, എക്സിനുണ്ട് അല്ലെ. ആ 4,000 ആദ്യം പേ ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? 16,000ഉം 12,000ഉം ആണ്. അപ്പൊ ഇവര് ഒരേ ലെവലിൽ, അതായത് 10,000 ഈസ്റ്റ് 10,000 ഈസ്റ്റ് 5,000ലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ക്യാപിറ്റൽ, ലീസ്റ്റ് ക്യാപിറ്റലിന് അവിടെ വിട്ടേക്കുക, അതവിടെ നിൽക്കണോട്ടെ. ഈ പിന്നെ എക്സിന്റെയും വൈയുടെയും ക്യാപിറ്റലിനെ നമ്മളൊരു ഈക്വൽ പ്രൊപ്പോർഷനിൽ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത് ആദ്യം പേ ചെയ്യുക. ആ ഹയസ്റ്റ് എമൗണ്ടിനെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ബ്രോട്ട് ഡൗൺ ചെയ്യുക. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 4,000 ആണ് അല്ലെ. അപ്പം ഈ 6,000 റുപ്പീസിൽ നിന്നും 4,000 റുപ്പീസ് ആർക്ക് കൊടുക്കുക, എക്സിന് കൊടുക്കുക. 4,000 റുപ്പീസ് എക്സിന് കൊടുക്കുക. അപ്പൊ ഇവിടെ 4,000 പേ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉള്ളത്, 2,000 ഉണ്ട് അല്ലെ. ബാലൻസ് എമൗണ്ട് കൈവശം, നമ്മുടെ കൈവശം കൈവശമുള്ള ക്യാഷ് എന്ന് പറയുന്നത് 2,000 ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ എന്തായിട്ട് മാറി നോക്കിയേ, 12,000 ഈസ് ടു 12,000 ഈസ് ടു ദെൻ ഇവിടെ 5,000 ആണ്. ഇത് എന്തായിട്ട് മാറി, ഈക്വൽ ആയിട്ട് മാറി അല്ലെ. 12,000 12,000 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ 2:1 ആണ്. അപ്പൊ ആ പ്രൊപ്പോർഷനിലേക്ക് വന്നില്ല മൂന്നും. അതിപ്പോ ഇനിയും വീണ്ടും നമ്മൾ എന്തിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എക്സിന്റെ വൈയുടെ ക്യാപിറ്റലിനെ ഇനിയും നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ റീ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ ഡിഡക്ടിംഗ് ദ 4,000 റുപ്പീസ് ഫ്രം ദി എക്സ് ക്യാപിറ്റൽ വി ഗെറ്റ് എക്സ് ക്യാപിറ്റൽ 12,000, വൈസ് ക്യാപിറ്റൽ 12,000 ആൻഡ് ഇസഡ് ക്യാപിറ്റൽ 5,000. 12,000 12,000 5,000 ആണ് വന്നില്ല. അപ്പോഴും നമ്മൾ എന്തായില്ല, 2:1 ഈ എമൗണ്ട് ആയില്ല. ഈ എമൗണ്ട് 2:1 ആകുന്നത് വരെ നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി എത്രയാണ് ഇവിടെ നമുക്ക് അടുത്തതെന്ന് പറയുന്ന ബാലൻസ് 2,000 റുപ്പീസ് ആണ്. അതായത് 9,000 റുപ്പീസ് ആയിരുന്നു നമ്മുടെ റിയലൈസേഷനിൽ ഉണ്ടായിരുന്നത്. ആ 9,000 നിന്ന് 3,000 വൈസ് ലോൺ പേ ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ദെൻ 6,000 റുപ്പീസ് ആണ് ഉണ്ടായിരുന്നത്. ആ 6,000 റുപ്പീസിന്റെ 4,000 ആണ് എക്സിന്റെ ക്യാപിറ്റൽ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി, എക്സിന്റെ വൈയുടെ ക്യാപിറ്റൽ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 4,000 റുപ്പീസ് ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്തു എക്സിന്റെ ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് 16,000 റുപ്പീസ് ആയിരുന്നു എക്സിന്റെ ക്യാപിറ്റൽ. അപ്പൊ 4,000 ഡിഡക്ട് ചെയ്തപ്പോഴാണ് 12,000 ഇവിടെ 12,000 ഇവിടെ ഒന്നും ചെയ്തില്ല. നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് 12,000 തന്നെയാണ്. ഇസഡിന്റെ ക്യാപിറ്റൽ 5,000. ഓക്കെ, ഇനി ശ്രദ്ധിച്ചാൽ ബാലൻസ് 2,000 റുപ്പീസ് ഉണ്ട്. ആ ബാലൻസ് 2,000 റുപ്പീസ് ഇവിടെ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന് പറയുന്നത് ആയതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1:1. അപ്പൊ നമുക്ക് നോക്കിയാൽ 2,000നെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. 12,000 1000 മൈനസ് ചെയ്തു, 12,000 1000 മൈനസ് ചെയ്തു. അപ്പം 11,000 5,000 ബാലൻസ് ഡ്യൂ എന്ന് പറയുന്നത്. ഇനി അതായത് സെക്കൻഡ് റിയലൈസേഷൻ കഴിഞ്ഞപ്പോൾ ബാലൻസ് ഡ്യൂ എന്ന് പറയുന്നത് 11,000 ആൻഡ് 5,000. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് തേർഡ് റിയലൈസേഷൻ ആണ്. അപ്പൊ സെക്കൻഡ് റിയലൈസേഷന്റെ ഫുള്ള് ക്യാഷ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടുന്ന തേർഡ് റിയലൈസേഷൻ ആണ്. തേർഡ് റിയലൈസേഷൻ നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ എമൗണ്ട് 12,000 റുപ്പീസ് ആണ്. 12,000 റുപ്പീസ് ആണ്. അപ്പൊ വീണ്ടും നോക്കുക, ഈ 11,000 5,000 അല്ല നമുക്ക് വരേണ്ടുന്നത്. നമ്മൾ ആ ക്യാപിറ്റൽ പ്രൊപ്പോർഷനായിട്ട് ക്യാപിറ്റൽ കണ്ടുപിടിച്ചത് എത്രയാണ്, 10,000 ഈസ്റ്റ് 10,000 ഈസ്റ്റ് 5,000 ആയിരുന്നു. 10,000 ആൻഡ് 5,000 ആയിരുന്നു. അപ്പം 11,000 ആൻഡ് 5,000. അപ്പൊ ഇവിടെ രണ്ടിടത്തും എത്ര രൂപ കുറയേണ്ടതായിട്ടുണ്ട്, 1,000 റുപ്പീസ് വീതം കുറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 12,000 നിന്ന് 2,000 റുപ്പീസിന് എടുത്തിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പൊ 11,000 മൈനസ് 1,000, 11,000 മൈനസ് 1,000. അപ്പം 2,000 റുപ്പീസ് എടുത്ത് ബാലൻസ് നമ്മുടെ കൈവശം എത്രയുണ്ട്,
10,000 rupees ബാലൻസ് ഉണ്ട്. 10,000 rupees നമ്മുടെ കൈവശം ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പം 1,000 വീതം കുറച്ചപ്പോൾ ഇവിടെ എന്തായി? 10,000, 10,000, 5,000. അതായത് നമ്മുടെ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ ബേസിൽ തന്നെ ബാക്കിയുള്ള എമൗണ്ടുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അത് വരെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പ്രൊപ്പോർഷനിൽ എത്തുന്നത് വരെ ആദ്യം ഏത് എമൗണ്ട് ആണ് ഹൈ, ആ ഹൈ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക. അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം ആരെയാണോ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട്, ഇവിടെ എന്ന് പറയുന്നത് എക്സിനായിരുന്നു ഹയസ്റ്റ് ക്യാപിറ്റൽ, ആദ്യം അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് വൈക്ക് ഇക്വേറ്റ് ചെയ്തു. ദെൻ എക്സും വൈയും കൂടെ ഒരുപോലെ കുറച്ച് കൊണ്ടുവന്ന് എന്തിന് ഇക്വേറ്റ് ചെയ്തു? നമ്മുടെ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റലിന്റെ ബേസിൽ വന്ന് 10:10:1, ദാറ്റ് ഈസ് 2:2:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിൽ എത്തിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് അവൈലബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 rupees ആണ്. ആ 10,000 rupeesനെ നമുക്ക് ഏത് പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യാം? ഈ 10,000നെ 2:2:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, 2:2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ 4,000, 4,000 ആൻഡ് 2,000 കിട്ടും. അപ്പൊ എക്സിൽ നിന്ന് 4,000 മൈനസ് ചെയ്യുക, വൈയുടെ ക്യാപിറ്റലിൽ നിന്ന് 4,000 മൈനസ് ചെയ്യുക, ഇസഡിന്റെ ക്യാപിറ്റലിൽ നിന്ന് 2,000 മൈനസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ബാലൻസ് നോക്കിയേ, ബാലൻസ് ഡ്യൂ, അതായത് തേർഡ് റിയലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഡ്യൂ എന്ന് പറയുന്നത് 6,000, 6,000 ആൻഡ് 3,000 ആണ്. ഓക്കെ അല്ലേ? 10,000 നിന്ന് 4,000 കൊടുത്തു, ഇവിടെയും 10,000 നിന്ന് 4,000 മൈനസ് ചെയ്തു, 5,000 നിന്ന് 2,000 മൈനസ് ചെയ്തു. അങ്ങനെ 6,000, 6,000, 3,000. ഇതെല്ലാം എന്തിന്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും? 2:2:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ തന്നെയാണ്. അടുത്ത നോക്കിയേ, ഫോർത്ത് റിയലൈസേഷൻ എന്ന് പറയുന്നത് 11,000 rupees ആണ് ഫോർത്ത് റിയലൈസേഷനിൽ കിട്ടിയത്. 11,000 rupees ആണ് ഫോർത്ത് റിയലൈസേഷനിൽ കിട്ടിയത്. അപ്പം അത് ആസെറ്റ് റിയലൈസ് ചെയ്യുന്ന സമയത്ത് റിയലൈസേഷൻ എക്സ്പെൻസ് ആയിട്ട് എത്ര രൂപ നമുക്ക് പേ ചെയ്യേണ്ടി വന്നു? 1,000 rupees പേ ചെയ്യേണ്ടത് വന്നു. അപ്പം ആ 1,000 rupees അപ്പൊ തന്നെ എക്സ്പെൻസസ് നമ്മൾ മെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു, അതങ്ങ് മൈനസ് ചെയ്തു. ബാലൻസ് എത്ര നമ്മുടെ കൈവശമുള്ള? 10,000 rupees ആണ്. ആ 10,000 rupeesനെ 2:2:1 ഡിവൈഡ് ചെയ്യുക. അപ്പൊ വീണ്ടും 4,000, 4,000, 2,000 കിട്ടും. അപ്പൊ നോക്കിയേ, 6,000 മൈനസ് 4,000, 2,000, 6,000 മൈനസ് 4,000, 2,000, 3,000 മൈനസ് 2,000, 1,000. അപ്പൊ റിയലൈസേഷൻ ലോസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ റിയലൈസേഷൻ ലോസ് ഇവിടെയാണ് എഴുതേണ്ടുന്നത്. ഇവിടെ എഴുതേണ്ടതാണ് റിയലൈസേഷൻ ലോസ്. മിസ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. റിയലൈസേഷൻ ലോസ് എക്സ് 2,000 rupees, വൈ 2,000 rupees ആൻഡ് ഇസഡ് 1,000. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത്. അതായത് ഓരോ അസറ്റും എല്ലാം നമ്മുടെ മറ്റുള്ള അസംഷൻ എന്ന് പറയുന്നത് എല്ലാ അസറ്റും ഒന്നിച്ച് റിയലൈസ് ചെയ്ത് കിട്ടി, പിന്നെ അതിൽ നിന്ന് നമ്മൾ ലയബിലിറ്റി പെയർ ചെയ്യുകയാണ്. ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല. ഒരു അസറ്റ് നമ്മൾ മാക്സിമം പോസിബിൾ പ്രൈസ് കിട്ടുന്നത് വരെ നമ്മൾ അസറ്റ് വെച്ചോണ്ടിരിക്കും അല്ലെ? ആദ്യം ഒരു അസറ്റ് വിറ്റു, അതിന് മാക്സിമം പ്രൈസ് കിട്ടി. അപ്പൊ ആ അസറ്റ് നമ്മൾ ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. ആ കിട്ടിയ ക്യാഷ് വീണ്ടും കുറച്ച് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം അടുത്ത അസറ്റ് റിയലൈസ് ചെയ്യുന്നത്. ആ എമൗണ്ട് ഗ്രാജുവൽ ആയിട്ട് അസറ്റ് റിയലൈസ് ചെയ്യുന്നു. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്യാഷ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, വാച്ച് ദ വീഡിയോസ് കെയർഫുള്ളി and try to work out this problem. Okay.